ഇറാനെതിരെ ഉപരോധ നടപടികളൊക്കെ അമേരിക്ക കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. അത് സംബന്ധിച്ച വാർത്തകൾ എന്താണ് ഐസൻ? തീർച്ചയായും ഈ ഇറാനെതിരായ ഉപരോധ നടപടികളിൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഇറാൻ്റെ ഒരു എയർവേസ്, മഹാൻ എയർവേസ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ ഭാരതത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു സ്റ്റേറ്റ് എയർവേസിൻ്റെ ഏറ്റവും വിശാലമായ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഈ എയർവേസിനെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിലും അമേരിക്കയുടെ വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങളുടെ വിമാനത്താവളങ്ങളിലൊന്നും കണക്ട് ചെയ്ത് സർവീസ് നടത്താനുള്ള അനുമതി ഇല്ലാതാക്കുന്നൊരു നീക്കമാണ് ഈ ഉപരോധം കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത്. അതായത് IRGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ തോതിൽ ആയുധങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്നാണ് അറിയാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ US-ൻ്റെ സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ മറ്റ് ചില നടപടികളും ഉണ്ടാകുന്നുണ്ട്. അതിൽ 24ഓളം കപ്പലുകൾ ഇറാൻ പോർട്ടുകളിലേക്ക് വരികയും ഇറാൻ പോർട്ടുമായി ബന്ധപ്പെടുകയും ചെയ്ത് 24ഓളം കപ്പലുകളെ തിരിച്ചയക്കുകയും 2 കപ്പലുകൾ നിശ്ചലമാക്കുകയും ചെയ്തു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. 2 കപ്പലുകൾ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള സൈനിക നടപടിയും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത്, വീണ്ടും ഇന്നലെ ജോർദാനിലേക്ക് ആക്രമണം നടത്തി, ഇന്ന് വീണ്ടും ബഹ്റൈനിലേക്കും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് 2 രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലെ സൈനിക താവളങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ അതിശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരുപക്ഷേ അല്പസമയത്തിനകം അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നലെ ജോർദാനിൽ വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ കുവൈറ്റിൽ ആക്രമണം നടത്തിയിരുന്നു. ബഹ്റൈനിലും ഇന്ന് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് ഇറാനെതിരെ നീങ്ങാനുള്ള ഒരു നിലപാട്, 2 ആഴ്ച നീളുന്ന ഒരു സൈനിക ദൗത്യത്തിനുള്ള നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്.